السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير. ആകാശഭൂമികളുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. നിങ്ങളുടെ മനസ്സുകളുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചു വെച്ചാലും അള്ളാഹു അതിന്റെ പേരിൽ നിങ്ങളോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവർ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു ഏത് കാര്യത്തിലും കഴിവുള്ളവനാകുന്നു. ഖുർആനിലെ ഏറ്റവും വലിയൊരു മഹത്തായ സൂറത്തിൽ ഇതേവരെയായി എന്താ പറയാ തത്വോപദേശങ്ങള്, ചരിത്രപാഠങ്ങള്, നിയമനിർദ്ദേശങ്ങള് എന്നിങ്ങനെ വളരെയധികം കാര്യഗൗരവമുള്ള കുറെ കാര്യങ്ങൾ അള്ളാഹു വിവരിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം മൗലിക പ്രധാനമായ ചില യാഥാർത്ഥ്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കാൻ പോയി. സൂറത്തുൽ ബഖറ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ആയത്ത് ആകാശഭൂമികളില് എന്താ പറയാ എല്ലാ കഴിവും ആകാശഭൂമിയുള്ള അള്ളാഹുവിനാണ്. ഈ ആകാശത്തിനെയും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആലക്കാണ് എല്ലാ കഴിവുള്ളത്. അപ്പൊ നമ്മൾ എന്ത് മറച്ചു വെച്ച് കഴിഞ്ഞാലും അത് അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു താക്കീത് നമുക്ക് ഈ ആയത്തിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമുക്ക് നോക്കാം. ഈ ഒരു ആയത്ത് ശരിക്കും നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടിയിട്ട് പഠിക്കേണ്ട ഒരു ആയത്താണ്. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് ആകാശത്തിലും ഭൂമിയിലും ഏതൊക്കെയുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന് ഉള്ളതാണ്. അതായത് ഇതിന്റെ മുഴുവൻ സൃഷ്ടി, അതായത് ഈ സംഭവങ്ങൾ, അതായത് ആകാശത്തിലും ഭൂമിയിലും എന്തൊക്കെ സംഭവങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ ഉടമസ്ഥൻ അള്ളാഹു തന്നെയാണെന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുന്നത്. അതാണ് ഇവിടെ അള്ളാഹു ലില്ലാഹി മാഫി, ഈ ആയത്തിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലില്ലാഹി മാഫിസം, അള്ളാഹുവിനാകുന്നു. അതായത് അള്ളാഹു ഇതിനെ ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ലില്ലാഹി എന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആകാശത്തും ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്താണ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാത്രമാണ്. നിങ്ങളെ അതായത് വഇൻ തുബ്ദു, ഇതിൽ പറയുന്നു വഇൻ തുബ്ദു, നിങ്ങൾ ഇനി വെളിപ്പെടുത്തുകയാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ, അതായത് മാഫി അൻഫുസിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതിനെ നിങ്ങൾ വെളിപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ഔ തുഖ്ഫൂഹു, അതിനെ നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിലോ അള്ളാഹു അതിനെ എന്താക്കുക, വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ ഹൃദയത്തിലുള്ളതിനെ ഒരാൾ എങ്ങനെ വെളിപ്പെടുത്തുക? ഒന്നുകിൽ വാക്കിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ, അല്ലെ? നമുക്കറിയാം മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് എങ്ങനെ വരാം? നമ്മളെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് ശരിക്കും നമ്മൾ വാക്കിലേക്ക് കൂടി പ്രയോഗിക്കുമ്പോൾ അത് ആ ഹൃദയത്തിനുള്ള സംഭവം പുറത്തേക്ക് വരും, അല്ലെ? അപ്പൊ അള്ളാഹ് പറയുന്നത് ഹൃദയത്തിലുള്ളതിനെ ഒരാൾ എങ്ങനെയാണ് വെളിപ്പെടുത്തുക? ഒന്നുകിൽ വാക്കിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, എന്തൊരു കാര്യം നിങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുകയാണെങ്കിലും അല്ലെങ്കിൽ മറച്ചു വെക്കുകയാണെങ്കിലും ഹൃദയത്തിലെ ചിന്ത അല്ലെങ്കിൽ നമ്മളെ ഫീലിങ്സ്, നിയത്ത് എന്തുമാട്ടെ, നിങ്ങൾ ആരോടും ഒന്നും ഒരു എന്താ പറയാ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെങ്കിലും പ്രവർത്തിച്ചിട്ടുമില്ല, എന്നാലും അള്ളാഹു നിങ്ങൾ അതിന്റെ പേരില് യുഹാസിബുക്കും ബില്ലാഹ്, അള്ളാഹു അതിനെ കുറിച്ച് നിങ്ങളെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അള്ളാഹു അതിന്റെ എന്താ പറയാ ഇതിനെ ബേസ് ചെയ്തിട്ട് ശരിക്കും ഈ ആയത്തിൽ കൂടി പോകുമ്പോൾ മനസ്സിലാക്കണം വെച്ച് കഴിഞ്ഞാല്, നമ്മള് എന്ത് കാര്യം നമ്മൾ എത്ര മറച്ചു വെക്കണം, ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ
ചിലപ്പോ നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അത് ശരിക്കും പറഞ്ഞാല് എത്ര നമ്മള് ആരും അറിയരുതെന്ന് വെച്ചിട്ട് നമ്മൾ ചിലപ്പോ നമ്മളെ സ്വന്തം ഇണകളോട് പോലും നമ്മൾ ചില രഹസ്യങ്ങൾ പറയൂല അല്ലെ. അപ്പൊ എന്തൊരു രഹസ്യങ്ങളും നമ്മൾ എത്ര വലിയ ഇതായിട്ട് നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാന്റെ മുമ്പിൽ നമുക്കിത് മറച്ചു വെക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു ഗൗരവത്തിൽ എടുക്കുന്ന സംഭവം. ഈ ഒരു ആയത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് അള്ളാഹിന്റെ മുമ്പിൽ ഒരു സംഗതി നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ള നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ആയത്തിൽ കൂടി. ഇതൊരു അതായത് സൂറത്തുൽ ബഖറയിൽ നിന്ന് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ആയത്ത്. നമ്മളെ എന്താ പറയാ, നമ്മളെ ഹൃദയത്തിനൊന്ന് ഒരു കുലുക്കം ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മൾ ജീവിതമായിട്ട് കണക്ട് ചെയ്യണം ഈ ഒരു ആയത്ത് പഠിക്കുമ്പോൾ. നമ്മൾ വെറുതെ പഠിച്ച് എക്സാം എഴുതി മാർക്ക് വാങ്ങി ഓക്കെ, അൽഹംദുലില്ലാ അതെല്ലാം ഓക്കെ. പക്ഷെങ്കിൽ നമ്മൾ ഈ ഒരു ആയത്തിൽ കൂടി പോകുമ്പോൾ നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഹൃദയത്തിന്റെ ചിന്തകളാ നമ്മളെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അത്രയും ഗൗരവമേറിയ കാര്യം. കാരണം നാളെ അള്ളാഹു ഇതിനെക്കുറിച്ച് നമ്മളോട് വിചാരണ ചെയ്യപ്പെടുന്നത്. നമ്മൾ എന്താണോ ചിന്തിച്ചത് അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിചാരണ ചെയ്യപ്പെടുന്നു തന്നെ പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യക്തമാക്കുന്ന ഓരോ എന്താ പറയാ അതായത് നമ്മുടെ ഹൃദയത്തിലുള്ള എന്തൊരു സംഭവത്തിന് ഒരു വ്യക്തമാക്കണ്ടിക്ക് അള്ളാഹ്ക്ക് ഒരാളെ സഹായം അള്ളാഹ്ക്ക് ഉണ്ട് അല്ലെ. കാരണം നമ്മുടെ ചെറിയൊരു അനക്കം പോലും, ഒരു വിരലിന്റെ ചെറിയൊരു അനക്കം പോലും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അല്ലാണ്ട് അനങ്ങുന്നില്ല അല്ലെ. അത് നമുക്കറിയാലോ, നമ്മള് കുറെ ഹദീസുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു പഴുത്ത ഇല ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോ അതിന്റെ അനക്കം പോലും, അതിന്റെ എണ്ണം പോലും അള്ളാഹിന്റെ അടുത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ അങ്ങനെയുള്ള അള്ളാഹുവിനെ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഒരാളെ സഹായം വേണ്ട. ഹൃദയത്തിലുള്ള ഓരോരുത്തരെയും കോടാനുകോടി ആളുകളെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഇത് വായിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ അള്ളാഹ്ക്ക് ഒരു പ്രയത്നമില്ല. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് നാളെ അള്ളാഹിന്റെ മുന്നിൽ അള്ളാഹിന്റെ കോടതിയിൽ പരലോകത്ത് എത്തുമ്പോ ഇതിനെ വിചാരണ ചെയ്യാൻ അള്ളാഹ്ക്ക് ഒരു പ്രയാസമില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും കുറിച്ചും അറിയുന്ന റബ്ബായത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് അവന് ഓരോ ആളുകളോടും ഹിസാബ് ചെയ്യും. അത് അത്രയും വ്യക്തമായിട്ട് തന്നെ നമ്മളെ ഹൃദയത്തിൽ എന്താണോ നമ്മൾ കൂട്ടിവെച്ചിട്ടുള്ളത്, ചിന്തിച്ച് കൂട്ടിവെച്ചിട്ടുള്ളത്, അതിനെ കുറിച്ചിട്ട് അള്ളാഹു നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഹൃദയത്തിൽ ഏത് രീതിയിൽ ഏത് രീതി നമ്മൾ അതിനെ അടക്കി വെച്ചാൽ അവരത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പൊ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മനസ്സിനെ കുറിച്ച് നമ്മളെ ഹൃദയത്തിനെ കുറിച്ച് നമ്മളെപ്പോ ചിന്തിക്കണം. ഒരു കാര്യം ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മളെ വീട്ടിൽ ഒരുപാട് ആളുകൾ വരും, നമ്മൾ കുറെ ആളുകളായിട്ട് കണക്ഷൻ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ആളുകൾ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് ചിലപ്പം അവർ വരുന്നതിൽ താല്പര്യം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോ ഇനിയിപ്പോ അവര് വന്നു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും ഇങ്ങനെ നമ്മൾ തന്നെ നമ്മള് മനസ്സിനോട് പറയും. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ 1% പോലും വരുന്ന ആള് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവര് ചിലപ്പോ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ടാവുക നമ്മളിൽ നിന്ന് എന്തെങ്കിലും നല്ലൊരു വാക്കായിരിക്കും. പക്ഷെ നമ്മളെ ഹൃദയത്തിൽ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള പല പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ നമ്മൾ വേണ്ടാത്ത കുറെ ചിന്തകൾ ഹൃദയത്തിൽ കൂട്ടി വെക്കുമ്പോൾ ഇതെല്ലാം ആര് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തിനു വേണ്ടി റെക്കോർഡ് ചെയ്ത്? നമ്മള് നാളെ അള്ളാഹിന്റെ കോടതിയിൽ ഹിസാബ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇത് രേഖപ്പെടുത്തി വെക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം, നമ്മളിൽ നിന്ന് തുടങ്ങണം നമ്മളെ ചിന്തയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി നമ്മളെല്ലാ വികാരങ്ങളും ഇതൊക്കെ നമ്മൾ റമദാൻ ആയതുകൊണ്ട് നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. പ്രത്യേകിച്ച് റമദാൻ ആയതുകൊണ്ട്. പക്ഷെ ഹൃദയത്തിനെ നമ്മൾ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെ വിലയിരുത്തുമ്പോന്ന് ശരിക്കും നമുക്ക് ആ ഗൗരവം മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ എന്താ പറയാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഹിസാബിനെ കുറിച്ച് പറയുമ്പോൾ അതിന് 2 തരത്തിലെന്ന് പറയുന്നത്. ചിലരോട് അള്ളാഹു ചോദിക്കും, നീ എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്ത്? അപ്പൊ അയാളുടെ കാര്യത്തിൽ അപ്പൊ അയാൾക്ക് തന്നെ തോന്നും, നാളെ പരലോകത്തുമ്പോ നമ്മൾ ഒരാളോട് ചോദിക്കുന്നത് നമുക്ക് തോന്നും, പടച്ചോനെ അള്ളാഹ് എനിക്കിതൊരു ആപത്തിലേക്കാണ് തന്നെ കൊണ്ടുപോകുന്ന അള്ളാഹു ഈ ഒരു ചോദ്യം. അപ്പൊ അങ്ങനെ നമുക്കൊരു ബേജാറായി. കാരണം നമുക്ക് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടുന്നുള്ളൊരു ഭയം ഉണ്ടാവും. അപ്പൊ രണ്ടാമത്തെ ഒരു ചോദ്യം അള്ളാഹ് ചോദിക്കുക, രണ്ടാമത്തെ അള്ളാഹിന്റെ രീതി എന്ന് വെച്ചാൽ അള്ളാഹു ആ വ്യക്തിന്റെ അടുത്ത് ചോദിക്കുന്ന വെച്ചാല്, നീ ഇന്ന കാര്യം ചെയ്തിരുന്നോ? നിന്റെ മനസ്സിൽ ഇന്ന ചിന്തകൾ ഉണ്ടായിരുന്നു? അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോ ശരിക്കും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കണം. ഈ റമദാൻ 1 മുതൽ ഇപ്പോ നമ്മൾ 23-ാം നോമ്പിലേക്ക് അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മള് മറ്റുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ഓക്കെയാ. നിസ്കാരത്തില്, ഉറക്കൊഴിഞ്ഞിട്ട് ഇത്തികാഫിരിക്കല്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇബാദത്ത്, ദാനത്ത്, ഇതൊക്കെ നമ്മൾ ഓക്കെയാ. അപ്പൊ
ഹൃദയത്തിൽ നമുക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അപ്പൊ നമ്മളെ ഹൃദയത്തിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനാ മോശമായിട്ടുള്ള ചിന്തകളെ നമ്മളിൽ നിന്ന് കളഞ്ഞ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ എക്സിറ്റ് ആക്കി കൊണ്ടുപോയിട്ട് ഹൃദയത്തിലേക്ക്, റബ്ബേ നീ എൻ്റെ അടുത്ത് ഈ ഒരു ആയത്തിൽ കൂടി ഇങ്ങനെ എല്ലാത്തിനും കഴിവുള്ള റബ്ബേ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് എന്നോട് ചോദ്യം ചെയ്യപ്പെടുന്നു നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, ഞാൻ സൂറത്തുൽ ബഖറയിൽ കൂടി ഇങ്ങനെ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. റബ്ബേ നീ എൻ്റെ ഹൃദയത്തിനെ നന്നാക്കാൻ നമ്മൾ ഓരോ പ്രാർത്ഥനയും നമ്മൾ ഉൾപ്പെടുത്തണം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ അത്ര വലിയ ഗൗരവത്തിലെടുക്കൂല അല്ലെ, നമ്മള് മതി എന്താ ഇത് വലിയ അങ്ങനെ തോന്നിപ്പോ. പക്ഷെ അത്രയും ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ഞാനും നിങ്ങളും. ഇപ്പൊ ചോദ്യം ചെയ്യപ്പെടുന്ന ഓരോ വിശ്വാസിയും പറയും അതെ. എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതെന്ന് വെച്ചാൽ, രണ്ടാമത് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ രീതി, അള്ളാഹു ആ വ്യക്തിന്റെ അടുത്ത് ചോദിക്കും, നീ ഇന്ന കാര്യം ചെയ്തിരുന്നു, നിന്റെ മനസ്സിൽ ഇന്ന ചിന്തകൾ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ നിസ്സാരാക്കി വിചാരിക്കുന്ന സംഗതികൾ തന്നെ അള്ളാഹു ചോദിക്കുന്നത്. ഇന്ന ഫീലിങ്സ് ഉണ്ടായിരുന്നു എന്റെ ഹൃദയത്തിൽ, ഇന്നയാള് വന്നേരോ നീ ഇങ്ങനെ ആയിരുന്നു അവരുടെ പെരുമാറിയ അല്ലെ. നമ്മളങ്ങ് വിട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മളെ അടുത്ത് ഇഷ്ടംപോലെ ആളുകൾ, നമ്മൾ കുറെ ആളുകളായിട്ട് പിന്നെ ഇടപഴകുന്നോണ്ട് നമുക്കിതെല്ലാം അങ്ങ് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ സുബ്ഹാനല്ലാഹ് ഇത് ഒരിക്കലും മറക്കൂല. അള്ളാഹുവിടെ നമ്മൾ അവിടെ എത്തുന്ന വരേക്കും അള്ളാഹു ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്കോ ഇത് നിസ്സാരൊക്കെ നമ്മൾ മറന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ സീരിയസ് ആയി എടുക്കേണ്ട ഒരു കാര്യം, ഇത് മറക്കേണ്ട ഒരു കാര്യമല്ല. അപ്പൊ ചോദ്യം ചെയ്യപ്പെടുന്ന ഓരോ വിശ്വാസിയും പറയും അതെ നമുക്കാടുന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലാലേനോ, എനിക്ക് ഓർമ്മയില്ലാലോ എന്ന് പറയാനുള്ള സമയം നമുക്കാളുണ്ടാ ഇല്ല അല്ലെ. ഇവിടെ നമ്മള് മരിക്കുമ്പോഴത്തേക്ക് നമ്മൾ സമയം അവസാനിച്ച്, പിന്നെ നമുക്ക് പരലോകത്ത് അള്ളാന്റെ മുമ്പ് നമ്മൾ ഈ കിതാബുകൾ വെളിപ്പെടുത്തുമ്പോഴേ നമുക്ക് അപ്പോഴാ മനസ്സിലാവും നമ്മൾ ചിന്തിച്ചു കൂട്ടിയത്, നമ്മൾ പ്രവർത്തിച്ചു വെച്ചതൊക്കെയുള്ള എല്ലാ തിന്മ നിറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് തുറന്നു വെച്ച് കാണിക്കുമ്പോൾ നമുക്ക് തോന്നും റബ്ബെ ഞാൻ ഇത്രമാത്രം ചിന്തിച്ചു കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ നമ്മൾ പറയാം അതെ ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബെ. അപ്പൊ ചോദ്യം ചെയ്യപ്പെടുന്ന ആളിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ശരിക്കും ഒരു ചിന്ത വരും അല്ലെ, റബ്ബെ ഞാൻ ഇവിടെ പെട്ടുപോയിട്ടുണ്ട്. കാരണം അള്ളാന്റെ ചോദ്യം അങ്ങനെയാ, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, നീ ഇന്ന രീതിയിൽ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ, അതായത് നിന്റെ മനസ്സിൽ അവരെ കുറിച്ച് നീ മോശമായി ചിന്തിച്ചിട്ടുണ്ടോ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോ നമ്മളെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്തകൾ വരാൻ കുറേ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ എന്താ പറയാ ന്യൂജൻ കുട്ടികളെ കുറിച്ചിട്ടെല്ലാം നമ്മൾ വേഗം വിലയിരുത്തും അവരുടെ ഡ്രസ്സിങ്ങിൽ കൂടി. പക്ഷെ അവർക്ക് ചിലപ്പോൾ നല്ല നമ്മളെക്കാളും വിശാലമായ ഹൃദയമുള്ള മക്കളായിരിക്കും അവർക്ക് ചിലപ്പോൾ അവർക്ക് നല്ല ഉപദേശങ്ങൾ കിട്ടാത്തതിന്റെ ഭാഗമായിരിക്കും നമ്മൾ അവരുടെ തട്ടിക്കേറി. ഇനി അഥവാ തട്ടിക്കേറിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഒരുമാതിരി അവരെ വല്ലാത്തൊരു ഇതിലാ നമ്മൾ അവരെ കാണുക. അതൊന്നും നമുക്ക് വേണ്ട. ഇനി എന്തായിക്കോട്ടെ, നമ്മൾ ഏതൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും ആരെക്കുറിച്ചും വിലയിരുത്താന് ഉള്ള അധികാരം നമുക്ക് അവ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാല് ഈ ചോദ്യം നമ്മൾ ഈ രണ്ടാം രീതിയിൽ, അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും പക്ഷെ പഠിച്ചോനെ ഞാനിതാ ഇവിടെ പെട്ടുണ്ടല്ലോ. അപ്പൊ എന്താ പറയാ, അള്ളാഹ് പറയും നമ്മളിപ്പോ അള്ളാഹിന്റെ മുന്നിൽ ഇതിന് സത്യപ്പെടുത്തു. എങ്ങനെ ഞാൻ ഇങ്ങനെയല്ലേ എന്തെല്ലാം എന്റെ മനസ്സിൽ വന്നു പോയിട്ടുണ്ട് അല്ലെ റബ്ബേ എന്നുള്ള ആ ഒരു ബേജാറും വെപ്രാളത്തിലാകുമ്പോ അള്ളാഹ് നമ്മോട് പറയും, നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ പറയാം ഞാനിവിടെ പെട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുമ്പോ അള്ളാഹ് നമ്മോട് പറയും, ഇത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ദുനിയാവിൽ മറച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പുറത്തു തരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ് നമുക്ക് അവിടെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ എന്തെങ്കിലോ കാരണം കൊണ്ട് ചിലപ്പോ അത് നമുക്ക് അള്ളാഹു മറച്ച് കളയാനും സാധ്യതയുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാലും നമ്മൾ ഓരോരുത്തരും നമ്മളെ വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കുക. നമ്മളെ വീടുകളിൽ ആര് തന്നെ വന്നു കഴിഞ്ഞാലും, ഇനി ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മളെ ഹൃദയത്തിനെ എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ട് നല്ല നല്ല ചിന്തകള് കൊണ്ട് നമ്മളെ ഹൃദയത്തിനെ എന്താ പറയാ നല്ല പുഷ്ടിയുള്ള നല്ല എന്താ പറയാ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഹൃദയാക്കി നമ്മൾ മാറ്റണം. അങ്ങനെ നമ്മള് എല്ലാവരുടെയും നല്ലത് മാത്രം നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോ നമ്മളെ ഹൃദയം പിന്നീട് ആ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തും. നേരെ മറിച്ച് നമ്മൾ എപ്പോഴും ഈ ദുഷിച്ച ചിന്താഗതിയാകുമ്പോൾ നമ്മൾ ആരെക്കുറിച്ച് നമുക്കൊരു നല്ലത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ ഹൃദയം എപ്പോഴും ദുഷിച്ചു പോവുകയും ചെയ്യും. അപ്പം അള്ളാഹ് പറയുന്ന വെച്ച് കഴിഞ്ഞാല് അവൻ നിന്റെ അടുത്ത് ചോദ്യം ചെയ്താലും ഇനി വിചാരണ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ത് പുറത്തു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ രണ്ട് വിധത്തിൽ പറഞ്ഞു, ചിലപ്പോ അള്ളാഹു
അവനിക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോ അള്ളാഹു അതിനെ മറച്ചു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ അള്ളാഹു അവനത് ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് അള്ളാഹു അവനെ ശിക്ഷിക്കാനും ഇടയുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല എന്തുകൊണ്ട് നീ ഇത് ചെയ്തു എന്നാണ് ചോദ്യമെങ്കിൽ ശിക്ഷ ഉറപ്പാണ്. പക്ഷെ നീ ഇക്കാര്യം ചെയ്തിരുന്നോ എന്നാ ചോദിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തി യെസ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോ അള്ളാഹു പറയും, ഞാൻ നിനക്ക് വേണ്ടി ഈ ഭൂമിയില് ഇത് ഞാൻ കവർ, അതായത് മറച്ചു വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ ഇപ്പോഴും നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മളെ നമ്മളെ തന്നെ ഓരോരുത്തർ നോക്കുമ്പോ നമ്മള് അള്ളാഹ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു നമ്മുടെ വീടിന്റെ ഉള്ളിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തിലെ ആളുകളുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാല് അള്ളാഹ് നമ്മൾ പല കാരണം കൊണ്ട് അള്ളാഹ് നമ്മളെ തലയുയർത്തി നിൽക്കുന്നതിന്റെ ഒരു കാരണം എന്തുകൊണ്ടാ? അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ തെറ്റുകളെ മറച്ചു വെച്ചത് കൊണ്ടാണ്. ശരിക്കും നമ്മൾ ചെയ്ത ഓരോ തെറ്റുകളും അള്ളാഹ് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നൊരു രീതി അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വിചാരിച്ചു നോക്കി എന്തായിരിക്കും നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥ. അവിടെ അള്ളാഹു നമുക്ക് ഒരു കാരുണ്യം തരുന്നില്ല, അള്ളാഹിന്റെ കാരുണ്യം. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു, പരലോകത്തും ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നുള്ള അവൾ പറയും. ഈ ചോദ്യങ്ങൾ രണ്ട് രീതിയിലുണ്ട്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്ന ആളുകളോട്, ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്ന ആളുകളോട് അള്ളാഹു പറയും ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്ന ആളോട് അള്ളാഹു പറയും എനിക്ക് ശിക്ഷയുണ്ട്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്ന ആളോട് പറയും നിനക്ക് ഞാന് പുറത്തു തന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാണ് അള്ളാഹു പുറത്തു കൊടുക്കുക അല്ല അല്ലെ. നമ്മൾ വിലയിട്ട ദുനിയാവിൽ നമ്മൾ മാർക്കിട്ട ആളുകൾക്കാണ് അള്ളാഹു പുറത്തു കൊടുക്കുന്നതല്ല, ഒരിക്കലും അല്ല. അള്ളാഹു ഒരു വ്യക്തിക്ക് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അല്ലാത്തവർക്ക് അള്ളാഹു അവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? അവരെ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ യഗ്ഫിറു എന്ന് പറയുന്നത് അല്ലെ, മഗ്ഫിറ പുറത്തു കൊടുക്കല്, ഇതിൽ നിന്നും വരുന്ന ഒരു ശരിക്കും യഗ്ഫിറിൽ നിന്ന് വരുന്ന വാക്കാണ് മഗ്ഫിറ. അപ്പൊ ഈ മഗ്ഫിറയിൽ നിന്ന് വരുന്ന വാക്കാണ് മെഫ എന്ന് പറഞ്ഞാല് ഒരു ഹെൽമെറ്റ്, ഒരു നമ്മള് ഇത് എന്താ പറയാ, യുദ്ധത്തിനെല്ലാം പോകുന്ന ആളുകൾ പടയെങ്കിൽ യൂസ് ചെയ്യുമ്പോ അതിന് ഒരു പ്രൊട്ടക്റ്റ് ആയിട്ട് ഉപയോഗിക്കൂലേ, ഒരു തരം ഹെൽമെറ്റ്, നമുക്കൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് ഈ എന്താ പറയാ മെഫാർ എന്ന് പറയാ. ഇത് അവരുടെ തലയെ സംരക്ഷിക്കും. എന്ന് അതായത് എന്ത് ശരിക്കും ഒരു വെടിയുണ്ട്, അമ്പ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മളെ തലയിലേക്ക് തുളച്ചു കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണം. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഭൂമിയില് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ പേരില് പ്രൊട്ടക്ട് ചെയ്യാന്ന്. ശരിക്കും ഒരു പ്രൊട്ടക്റ്റിന്റെ ഒരു രൂപം പറയാം. യുദ്ധത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോ നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഹെൽമെറ്റ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ മഗ്ഫിറത്തിന്റെ പേരിൽ നമ്മളെ ശരിക്കും അള്ളാഹ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ആ തിന്മകള് കാരണം ഉണ്ടാകുന്ന പ്രതിഫലനം ഭൂമിയിലും വരാം, അത് പരലോകത്തേക്കും വന്നേക്കാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചെയ്ത കെടുതിയുടെ ഫലമായിട്ട്, അതായത് കെടുതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിന്തിച്ചു കൂട്ടിയ ഹൃദയത്തിൽ നമ്മൾ കൂമ്പാരായിട്ട് വെച്ചിട്ടുള്ള പല തിന്മകളുടെ ഭാഗമായിട്ട് അള്ളാഹു ഒരുപക്ഷെ നമ്മളെ ഈ ലോകത്തും ശിക്ഷിച്ചേക്കാം. നാളെ അള്ളാഹുവിന്റെ തിക്കിഞ്ഞാല് അവിടെയും അള്ളാഹു ശിക്ഷിച്ചേക്കാമെന്ന് ഈ ആയത്തിൽ കൂടി പറഞ്ഞു. അള്ളാഹു അവന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു എന്താ പറയുന്നത്, അവർ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു പുറത്തു കൊടുക്കുന്നു, അവർ ഉദ്ദേശിക്കുന്നവരെ അവന് ശിക്ഷയിൽ നിന്ന് അവന് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അധീനത്തിലാണ്. അത് നമ്മളെ തീരുമാനമല്ല, അള്ളാഹിന്റെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവണം. നമ്മളിത് പഠിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ഒരു ആയത്തിൽ കൂടി ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരാളാണ്, എന്റെ ചിന്തയെ ഞാൻ നിയന്ത്രിക്കേണ്ട ഒരാളാന്നുള്ളത് ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഖുർആനെ സമീപിക്കുന്നത്. അപ്പൊ അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും കഴിവുള്ളവനാണ് അള്ളാഹു എന്നാണ് ഈ ഒരു ആയത്തിൽ. ഇന്നക അലാ കുല്ലി ഷൈഇൻ, നമ്മൾ ഈ ഒരു അവസാനത്തില് ഈ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്നത് അല്ലെ, എന്താ പറയുന്നത്, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ള, ഖുദ്റ, അതായത് ഖദീറിന്റെ ഖുദ്റ. അപ്പൊ ഈ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വെച്ചാൽ നമ്മള് ഖതമൽ ഓതുന്ന ഈ ഒരു സമയത്ത് നമുക്കറിയാം എത്രയോ സ്ഥലത്ത് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്നുണ്ട് അല്ലെ. ശരിക്കും അത്രയും ഗൗരവമുള്ള കാര്യങ്ങൾ പറയുന്നിടത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്നത്. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ള അള്ളാഹ് എന്നുള്ളത് അള്ളാഹു
ഈ ഖുർആനിലെ ഓരോ ആയത്തിൽ കൂടി നമുക്കിങ്ങനെ വ്യക്തമായി കാണിച്ചു തരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഹൃദയത്തിന്റെ പിന്നെ ഉള്ള നമ്മളെ ചിന്തകളെ അതായത് കുറിച്ചിട്ട് നമ്മളെപ്പോ എന്ത് ചെയ്യണം, നല്ല നല്ല ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അങ്ങനെയുള്ള ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ വെറുതെ ഓരോ ആയത്തുകൾ കേൾക്കുക, പോവുക, പഠിക്കുക, കഴിയും. പിന്നെ അടുത്ത നമ്മളെപ്പെങ്കിലും നമ്മളെ മുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം വന്ന് പെടുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കും അല്ലെ. അപ്പോ അങ്ങനെയല്ല, നമ്മൾ ഓരോ ആയത്തുകൾ കൂടി പഠിച്ചു പോകുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഞാനും നിങ്ങൾ ഓരോരുത്തരും ഓരോ ആയത്തുകൾ പഠിക്കേണ്ടത്. എന്നാൽ മാത്രം നമുക്ക് അതിൽ നിന്നുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അത് സൂറത്തുൽ ഫാത്തിഹ എന്താ പറയുന്നത്, ആകാശത്തിലും ഭൂമിയിലുള്ള യാതൊന്നിനും അള്ളാഹുവിന്, അതായത് അള്ളാഹിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവൻ സർവജ്ഞനും സർവശക്തനുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നത് വെച്ചാല് അള്ളാഹിനെ ആകാശഭൂമി ഈ ലോകത്തുള്ളതും, അതായത് ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും മുഴുവൻ സംഭവങ്ങളെയും ആരാ നിയന്ത്രിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല. എന്തുകൊണ്ട്? അവന് സർവജ്ഞനും സർവശക്തനും, എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. എല്ലാത്തിനും അവര് എന്താ പറയാ, മുഴുവൻ അടക്കി ഭരിക്കാനുള്ള കഴിവും ശക്തിയുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ്. അങ്ങനെ വെറുതെ അതിനെ ഒരു മോശാക്കാനും നമുക്ക് അള്ളാഹിനെ കുറിച്ചിട്ട് വേണ്ടാത്ത ഒരു ചിന്തയിൽ കൂടി അള്ളാഹിനെ ഇതാക്കാനുള്ള അധികാരം നമുക്ക് ആർക്കും തന്നിട്ടില്ല. അള്ളാഹു അങ്ങനെ ചെയ്യും. അതായത് ഉദ്ദേശിച്ച ഒരു കാര്യത്തിനെ തടയാൻ ഒരു എന്താ പറയാ, അള്ളാഹു ഇന്ന കാര്യം ചെയ്യണം ഈ ലോകത്ത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ പരലോകത്ത്, അല്ലെങ്കിൽ ആകാശത്തിലെ ഭൂമിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അള്ളാഹു അത് ചെയ്യുക തന്നെ ചെയ്യും. കാരണം എന്താ, അള്ളാഹു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീറായ അള്ളാഹ് ഇവിടെ പറയുന്നത് അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ള അള്ളാഹ്ക്ക് എന്ത് ഈ ദുനിയാവിൽ നടപ്പാക്കാനുള്ള അധികാരമുണ്ട്. നമുക്കോ അള്ളാഹുവിന്റെ ഈ അള്ളാഹു നടപ്പിൽ വരുത്തിയ ആയത്തിൽ കൂടി നമ്മൾ പഠിച്ച ഹിസാബ്, ചോദ്യം ചെയ്യലിനെ കുറിച്ചിട്ട്, അതായത് എന്തിനെ കുറിച്ചുള്ള ചോദ്യം, നമ്മൾ പ്രവർത്തിച്ചതിന്റെ നിസ്കാരത്തിനെ കുറിച്ചിട്ടോ ഒന്നുമല്ല, നമ്മളെ ഹൃദയത്തിലുള്ള എന്താണോ നമ്മളെ ഹൃദയത്തിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയാ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു ആയത്താണ് ഈ ഒരു ആയത്ത്. അപ്പൊ അള്ളാഹു നമ്മളെ ഒരു താക്കീത് പോലെ നമുക്ക് പറയുന്നത് ഈ ഒരു ആയത്തിൽ കൂടി നമ്മളെ ഹൃദയത്തിന് നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം, അതായത് എങ്ങനെ നല്ല ചിന്തകൾ കൊണ്ട് ഹൃദയത്തിൽ നമ്മൾ എപ്പോഴും ഹൃദയത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. അത് നല്ല നല്ല ചിന്തകൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഹൃദയത്തിനെ നല്ലതിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഭയങ്കര ഒരു എന്താ പറയാ, നമുക്കുള്ള ഒരു പൊതുവെ നമുക്കുള്ള ആശങ്ക എന്തിനെ കുറിച്ചിട്ടാ, നമ്മള് ആക്ഷനെ കുറിച്ച്, അതായത് നമുക്ക് നമ്മുടെ ഓരോ പ്രവൃത്തിനെ കുറിച്ച് നമുക്ക് ആശങ്ക പൊതുവെ അല്ലെ. പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന നമ്മളെ ഇബാദത്തുകളുടെ കാര്യത്തിലായിരിക്കും. എന്നാൽ ചിലപ്പോ അത് നിസ്കാരത്തിന്റെ കാര്യത്തില്, സദക്ക കൊടുക്കുന്ന കാര്യത്തില്, ഇങ്ങനെയുള്ള കാര്യത്തിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ആശങ്ക, ഞാൻ കൊടുത്തത് ശരിയായിട്ടില്ല, അല്ലെ ഞാൻ നിസ്കരിച്ചത് ശരിയായിട്ടില്ല. പക്ഷെ എന്നാല് നമുക്ക് ആർക്കും ഈ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ട് ആശങ്ക നമുക്ക് ഉണ്ടാവാറേ ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ ഇബാദത്തിൽ പോലുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ഒരു ഹൃദയത്തില് നമ്മൾ സ്വാധീനിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ റിയാ വന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അഹങ്കാരം, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവം, അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മളെ ഇബാദത്തിൽ കൂടി നമ്മളെ ഹൃദയത്തിൽ അതായത് ചിന്താഗതി വരുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചിട്ട് നമ്മളെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഹൃദയത്തിലുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ബേജാറാകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ബേജാറാകുന്ന നമ്മളെ നിസ്കാരത്തിനെ കുറിച്ചിട്ടും നോമ്പിനെ കുറിച്ചിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ അത് മാത്രമല്ല ബേജാറാണല്ലേ. ഇപ്പൊ ഇവിടെയൊക്കെ വരുന്ന വീഴ്ചകള്, അതായത് നമ്മളിവിടെ നല്ല നിസ്കാരവും നല്ല ഖുശൂവും തഖ്വയുള്ള ആളുകളാകുമ്പോൾ ചിലപ്പോ നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ എളിയെ നമുക്ക് തോന്നും. അപ്പുറത്തെ വീട്ടിലെ ഒരാള് ചിലപ്പോ രാവിലെ സുബഹിക്ക് എണീക്കാത്ത വീടുകളായിരിക്കും. അപ്പൊ അവിടെ നോക്കിയിട്ട് നമ്മൾ പറയും, നമ്മൾ നോക്കിയ സുബഹിക്കല്ലാണ്ട് നിസ്കരിക്കുന്നില്ലേ, അവരെ നോക്കിയാട്ടെ ഒരു നിസ്കരിക്കാൻ എണീക്കൊന്നുമില്ല. അപ്പൊ അത് അവിടെ എന്താ വരുന്നേ, ശരിക്കും ഹൃദയത്തിലൊരു ദുഷ്ട വിചാരം അവിടെ വരുന്നു അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിലിപ്പോ നമ്മള് രാവിലെ സുബഹി ഡോർ തുറക്കുമ്പോ അവരെണീറ്റില്ലെങ്കിൽ പഠിച്ചോനെ
നീ അവർക്കും നീ ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കണം റബ്ബെ. എന്റെയും അവരെയും നിസ്കാരം നീ സ്വീകരിക്കണം റബ്ബെ. അവരെ നീ പിന്നെ എന്താ പറയുക, ഏറ്റവും നല്ല ഇഖ്ലാസുള്ള ആളുകൾ കൂട്ടത്തിൽ അവരെയും നീ ഉൾപ്പെടുത്തണം. നമ്മളൊരു പ്രാർത്ഥനയാക്കി മാറ്റുമ്പോ അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളെ ഹൃദയത്തിനെ നമ്മൾ ശരിക്കും ശുദ്ധീകരിക്കുന്നു അല്ലെ. അപ്പൊ നമുക്കൊരു ഹദീസിൽ കൂടി ഒന്ന് നോക്കാം. നമുക്കൊരു ഹദീസ്, അതായത് ഈ ഒരു ആയത്ത് ഇറങ്ങിയ ശേഷം പിന്നെ ഈ ഒരു ആയത്ത് ഇറങ്ങിയതിനു ശേഷം സ്വഹാബിമാർക്ക് ഭയങ്കര ബേജാറായിരുന്നു അവർക്ക്. അങ്ങനെ സ്വഹാബിമാര് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ പോയിട്ട് പറയാൻ തുടങ്ങി, റസൂലെ, നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നത്രയും ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് ചെയ്യാൻ. പക്ഷെ നമ്മളോട് അതായത് സ്വഹാബിമാര് പറയുന്ന നമ്മളോട് ചെയ്യാൻ പറയുന്ന ഇബാദത്തുകൾ, നിസ്കാരം, സദഖ, ദാനധർമ്മങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നോമ്പ്, നിസ്കാരവും ഇങ്ങനെയുള്ള എല്ലാ അതുമല്ല അള്ളാഹുവിന്റെ മാർഗത്തില് നമ്മൾ ജിഹാദിന് പോലും പോവാൻ നമ്മൾ തയ്യാറാണ് റസൂല്. പക്ഷെ സൂറത്തുൽ ബഖറയിലെ ഈ ഒരു ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഭയങ്കര പ്രയാസം റബ്ബ്. നമ്മൾ എത്രയോ ബഖറയില് നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് റബ്ബ്. ഓരോ ആയത്തുകൾ അത്രയും ഗൗരവത്തോടെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് റസൂല്. പക്ഷെ നമ്മളെ അതായത് നമ്മളെ ഇപ്പൊ സ്വഹാബിമാർ പറയും, നമ്മൾക്ക് ഈ ഒരു ആയത്തിറങ്ങിയ ശേഷം ഇത് എങ്ങനെ നമ്മളെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും നബിയെ, ഇത് ഞങ്ങൾക്ക് പറ്റുന്നില്ല റസൂലെ. റസൂലെ, ഒരു അത് ഭയങ്കര പ്രയാസമാണ്. ഇതിനെങ്ങനെ നമ്മൾ ഹൃദയത്തിലുള്ളതിനെ എങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കുക റസൂലെ. നമ്മൾക്ക് നമ്മള് കയ്യോടും കാലോടെല്ലാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും വീഴ്ച വരുമ്പോ നമുക്ക് ഒരു പരിധിവരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഹൃദയത്തിലേക്ക് വരുമ്പോ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ, അതായത് അസൂയ, വിദ്വേഷം, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ലാത്ത അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല റസൂലെ. അപ്പൊ അള്ളാഹു പറയുകയാണ്, അള്ളാഹ് അന്നേരം പറയുന്നത്, ഈ ഒരു ആയത്തിൽ കൂടി പറയുന്നത്, യു ഹാസ്ബുക്കും ബില്ലാഹ്, അള്ളാഹു അതിന് നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്ന അള്ളാഹ് പറയുന്നു സൂറത്തുൽ ബഖറയിൽ കൂടി. അപ്പൊ ഇത് ഞങ്ങളെ കഴിവിന്റെ അപ്പുറത്തെ റസൂലേന്ന് സ്വഹാബിമാര് റസൂലോട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയും. അപ്പോ അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യാ റസൂലേന്ന് സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് പറയും, അവരുടെ പൂർവികന്മാരുടെ, അതായത് വേദക്കാരും അതേ സ്വഭാവം റിപ്പീറ്റ് ചെയ്യും. നിങ്ങളെ വേദക്കാരുടെ അതേ സ്വഭാവം നിങ്ങളും തുടർന്നു പോവുകയാണോ എന്ന് ചോദിക്കും. സമീഅന വഅസൈന, അവര് പറഞ്ഞത് എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഞങ്ങൾ കേട്ടു, പക്ഷെ നമുക്കത് അനുസരിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങളെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ആകെ കൂടി ഒരു ഭയമായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ പറഞ്ഞ ഒരു എന്താ പറയാ, നമ്മളും കൂടി ചിലപ്പോ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ പെട്ടൂലെ, സമീന വാസൈന. കാരണം നമുക്കും പേടിയാ, പക്ഷെ നമ്മൾ മറ്റതെല്ലാം കൺട്രോൾ ചെയ്യും, പക്ഷെ ഹൃദയത്തിൽ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാന്നൊരു ചോദ്യം നമുക്ക് വന്നു പോകും. അപ്പൊ നമുക്ക് അങ്ങനെ വന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിൽ പെട്ടു പോകുന്നുണ്ട്? സമീന വാസൈനാണ്. അപ്പൊ നമ്മൾ അതിലെല്ലാം നമ്മൾ വേണ്ട ശരിക്കും പറഞ്ഞാല്. അപ്പൊ നമ്മൾ വേണ്ടത് സമീന വാസൈന ഉഫ്രാനക റബ്ബന വഇലൈക മസീർ, നമ്മൾ അതിലാ വേണ്ടത് അല്ലെ. അതായത് അള്ളാഹുവേ, നമ്മൾ കേട്ടു, നിന്നെ അനുസരിച്ചു, നമ്മൾ മടക്കവും നിന്നിലേക്കാൾ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലെ. അപ്പൊ അത് പറഞ്ഞപ്പോ സ്വഹാബിമാര് അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർ ഇത് പറഞ്ഞപ്പോ അവരത് അനുസരിക്കുകയും അങ്ങനെ ഇതിങ്ങനെ ഇവരിങ്ങനെ സ്വഹാബിമാർ ഈ ഒരു ആയത്തുകൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ അവരുടെ ഹൃദയത്തിൽ നല്ലൊരു മാറ്റം. അള്ളാഹു ഞങ്ങളിത് കേട്ടു, നമ്മളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് നമ്മളിത് അനുസരിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് സ്വഹാബിമാര് പറയുന്നതായിട്ട് ഈ ഒരു ഹദീസിൽ നമുക്ക് കാണാം. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് പൊറുത്തുതാ, നമുക്ക് നിന്റെ പാപമോചനം ആവശ്യമുണ്ട് റബ്ബെ, നിന്നിലേക്കാണ് നമ്മുടെ മടക്കം. ഈ ഒരു സമേന വാസേന ഉഫ്രാനക് റബ്ബന ഉഫ്രാനക്ക്, നമുക്ക് പാപമോചനം വേണം അല്ലെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ പാപമോചനം ഇതൊക്കെ
കഴിഞ്ഞിട്ട് നമുക്ക് നിന്നിലേക്ക് തന്നെയാണ് നമുക്ക് മടങ്ങേണ്ടതെന്ന് സ്വഹാബിമാരെ ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വഹാബികൾ ഈ ഒരു മെത്തേഡ് അവരിങ്ങനെ ഈ ഒരു രീതി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയോ അങ്ങനെ അവര് അതിലെത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. സമേന മസീർന്ന് അവര് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ സൂറത്തുൽ ബക്കറ പഠിച്ച് നമ്മൾ ഓരോരുത്തർ സൂറത്തുൽ ബക്കറയിൽ കൂടി ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. പഠിച്ചു കഴിഞ്ഞവരുണ്ട്, ആലു ഇമ്രാനിലേക്ക് പോയവരുണ്ട്. വീണ്ടും കൂടി നമ്മൾ ഈ പഠിച്ചവരാണെങ്കിൽ കൂടി നമുക്ക് ശരിക്കും സൂറത്തുൽ ബക്കറ പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് നല്ല ബേജാറുണ്ടാകേണ്ട ഒരു ആയത്താ ഇത്. ശരിക്കും ഈ ഉള്ളിൽ നമുക്ക് ഈ ഒരു വെറുതെ പഠിച്ചു പോകുന്നവർക്ക് അങ്ങനെ ഒരു ബേജാർ ഉണ്ടാവൂല. നമ്മൾ ചിലപ്പോ അതിൽ പെട്ടു പോകുന്നുണ്ട് അല്ലെ. വെറുതെ ഇങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതുക, മാർക്ക് വാങ്ങുക, അൽഹംദുലില്ലാ അറിയാം. ശരിക്കും അങ്ങനെയാണോ വേണ്ടല്ല. ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഒരു താക്കീതായിട്ടുള്ള ഒരു ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ ഓരോരുത്തരും. അത്രയും ഗൗരവമേറിയിട്ടുള്ള ഒരു ആയത്താണ് ഈ ഒരു ആയത്ത്. ഏത്? ലില്ലാഹി മാഫി സമാവാതി മാഫിൽ എന്ന് തുടങ്ങുന്ന ഈ 284 ആയത്ത്. ഈ ഒരു ആയത്തിന്റെ അത് അങ്ങനെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഓരോ ആയത്തുകൾ നമ്മൾ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അതിനെ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ എന്തിൽപ്പെടുക? സമയന വഅതന ഉഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ. നമ്മൾ ഒത്തണ്ടിക്കല് സ്വഹാബിമാർ ആ പദവിയിലേക്ക് നമ്മൾ ഒത്തണ്ടിക്കല് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടേയിരിക്കണം, നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആ ഒരു ശ്രമമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളെ പരലോകത്ത് ഹിസാബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ വിട്ടെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളായിരിക്കും. അതിനുശേഷം ഈ ഒരു ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ആമിന റസൂൽ ഇറങ്ങുന്നത് അല്ലെ. അപ്പൊ സൂറത്തുൽ ബഖറ ശരിക്കും നമ്മളെ മുന്നിൽ വലിയൊരു മല പോലെ നിൽക്കുന്ന ഒരു സൂറത്താണ്. അതിൽ ഒരുപാട് കാര്യങ്ങള് നമുക്ക് ചെയ്തു തീർക്കുമ്പോ അള്ളാഹു പറയുന്നു, നിങ്ങള് അത് നമുക്ക് ഈ മുന്നത്തെ ഇപ്പൊ നമ്മൾ ലില്ലാഹി മാഫി സമാവാത്ത് പഠിക്കുമ്പോ നമുക്ക് ഭയങ്കര ഭയ ശരിക്കും ഇത് അല്ലെ. അതേ തൊട്ടടുത്ത ആയത്തില് 285-ലും 286 അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു സമാധാനത്തിന്റെ ആയത്തിട്ട് സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞത്? ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലും ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി വഖാലു സമീഅന വഅതൈന ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ. റസൂലിന് അദ്ദേഹത്തിന്റെ റബ്ബിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിൽ അദ്ദേഹം സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. എല്ലാവരും തന്നെ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ റസൂലുകളിലും വിശ്വസിച്ചിരിക്കുന്നു. അവന്റെ റസൂലുകൾ ഒരാൾക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കാണിക്കുകയില്ല. ഇതാണ് അവരുടെ നിലപാട്. അവർ പറയുകയും ചെയ്യുന്നു, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ പൊറുക്കൽ ആണ് ഞങ്ങൾക്ക് തേടേണ്ടത്. ഞങ്ങളുടെ റബ്ബേ, നിന്റെ അടുക്കിലേക്ക് എത്രേ തിരിച്ചു വരവ്. അപ്പൊ അതിന്റെ അടുത്ത ആയത്തിൽ അള്ള പറയുന്ന അതിനേക്കാളും സമാധാനം ലാ യുകല്ലിഫുല്ലാഹു. അത് ഈ ആമിർ റസൂല് 285 ആയത്തില് ഓരോ വിശ്വാസത്തിനെ കുറിച്ച് പറയുന്നത് അല്ലെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ. അതായത് നമ്മളിപ്പം ഓതി വെച്ച പഠിച്ച ലില്ലാഹി മാഫി സമാവാത്ത് നമുക്ക് ഭയങ്കര ഭയമുള്ളതാണെങ്കിലും ഈ ആയത്തിൽ ലാ യുകല്ലിഫുല്ലാഹ, ഒരു ആത്മാവിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പറ്റാത്തതൊന്നും നിർവഹിക്കാൻ വേണ്ടി അള്ളാഹ് നമ്മോട് പറയുന്നില്ല. അള്ളാഹു ശാസിക്കയില്ല. അത് സമ്പാദിച്ചത് നന്മ അതിന് തന്നെ ആയിരിക്കും. അത് സമ്പാദിച്ചതിന്റെ തിന്മ കൂട്ടുകയും അതിന്റെ മേൽ തന്നെ ആയിരിക്കും. പ്രാർത്ഥിക്കുക, നിങ്ങളുടെ റബ്ബേ ഞങ്ങൾ മറന്നു പോവുകയും. എന്നിട്ട് അള്ളാഹ് നമുക്ക് നല്ലൊരു പ്രാർത്ഥന പഠിച്ചു അതായത് സൂറത്തുൽ ബഖറന്റെ കൺക്ലൂഷനിൽ നമുക്ക് നല്ലൊരു അടിപൊളി ദുആവും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹ് പറയുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് വഹിക്കാൻ പറ്റുന്ന മാത്രം ഞാൻ നിങ്ങളെ വഹിപ്പിക്കൂ, അതിൽ കൂടുതൽ ഞാൻ നിങ്ങളെ കൊണ്ട് വഹിപ്പിക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു അല്ലെ. എത്ര നല്ല ഒരു കാരുണ്യത്തിന്റെ ഒരു വാക്ക് അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഗൗരവത്തോടു കൂടിയിട്ട് നമ്മളെ ഭയപ്പെടുന്ന ഒരു ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന തൊട്ടടുത്ത് തന്നെ അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യത്തിന്റെ വാക്ക്. എന്റെ അടിമകളെ, നിങ്ങൾക്ക് പറ്റുന്നതല്ല അതിൽ കൂടുതൽ ഞാൻ നിങ്ങളെ കൊണ്ട് വഹിപ്പിക്കൂല എന്നുള്ളൊരു ആശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു. എന്നിട്ട് നമുക്ക് നല്ലൊരു പ്രാർത്ഥനയാണ് പഠിച്ചു. റബ്ബനാ ലാ തുആഖിസ്നാ ഇൻ നസീനാ ഔ അഖ്തൈനാ അല്ലെ. അതെ, എന്താ, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾ നീ പിടികൂടരുത്. ഇൻ നസീന, എന്തെന്ന്, ഞങ്ങൾക്ക് മറന്നുപോയെങ്കിൽ, ഔ അഖ്തൈനാ
അല്ലെങ്കിൽ ഞങ്ങൾ അബദ്ധം പറ്റിയെങ്കിൽ റബ്ബന വലാ തഹ്മിൽ, ഞങ്ങളുടെ റബ്ബെ വലാ തഹ്മിൽ, നീ ചുമത്തുകയും ചെയ്യരുത്, അലൈന ഞങ്ങളുടെ മേൽ, ഇസ്രൻ ഒരു ഭാരം, കമാ ഹമൽതഹു അത് ചുമത്തിയതുപോലെ, അലല്ലദീന മിൻ ഖബ്ലിനും യാതൊരുവരുടെ മേൽ ഞങ്ങളുടെ മുമ്പുള്ള യാതൊരുടെ മേല് ചുമത്തിയതുപോലെ. ഞങ്ങളുടെ റബ്ബെ, റബ്ബന ഞങ്ങളുടെ റബ്ബെ, വലാ തുഹമ്മിൽന നീ ഞങ്ങളെ വഹിപ്പിക്കുകയും ചെയ്യരുത്, മാലാ ത്വാഖത ഞങ്ങൾക്ക് കഴിവില്ലാത്തതിനെ ഞങ്ങളെ നീ വഹിപ്പിക്കുകയും ചെയ്യരുത്, വഅഫു അന്നാ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ, വഅഗ്ഫിർ ലനാ ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യണമേ, വർഹംന ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ, അന്ത മൗലാന നീ ഞങ്ങളെ യജ്ഞമാക്കുന്നതായിരുന്നു, ഫൻസുർന ആകയാൽ ഞങ്ങളെ സഹായിക്കണമേ. അതായത് വർഹംന അന്ത മൗലാന നീ ഞങ്ങളെ മൗലാന അള്ളാഹിനെ കുറിച്ച് നീ ഞങ്ങളെ യജമാനാകുന്നു, ഫൻസുർന ആകയാൽ ഞങ്ങളെ സഹായിക്കണമേ, അലൽ ഖൗമിൽ കാഫിരീൻ എന്തിന്റെ നമ്മളെ സഹായിക്കാൻ പറഞ്ഞു, ഞങ്ങളുടെ മേൽ അവിശ്വാസികളായ ആളുകളിൽ നിന്ന് അവരിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം എന്നുള്ളൊരു നല്ല ഒരു ദ്വാം കൂടി പഠിപ്പിച്ചു തന്നിട്ടാണ് ഈ ഒരു ബക്കറ അവസാനിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഒരു എന്താ പറയാ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ആയത്ത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കും. ഹൃദയത്തെ എങ്ങനെ നമ്മള് സൂക്ഷിച്ചിട്ട് കൊണ്ടുപോകണമെന്നും എങ്ങനെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുക എന്നൊക്കെ ഉള്ള ഒരു വലിയൊരു പാഠം ഈ സൂറത്തിൽ കൂടി നമുക്ക് ഈ ഒരു ആയത്തിൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു. അപ്പൊ നമുക്ക് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ഓരോരുത്തരും നമ്മളെ ഹൃദയത്തിനെ മാക്സിമം ശുദ്ധീകരിച്ച് വെക്കുക, നല്ല നല്ല ചിന്തകളെ കൊണ്ട് നമ്മളെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് നമുക്ക് ഈ ഒരു ആയത്തിന് ശേഷം തൊട്ടടുത്ത് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ആയത്ത്, അതായത് നിങ്ങളെ കൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊന്നും നിങ്ങൾക്ക് ഞാൻ തരൂല, നിങ്ങൾക്ക് തരുന്ന പരീക്ഷണം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് താങ്ങുന്നത് മാത്രം നമുക്ക് തരുമെന്ന് അള്ളാഹു ഒരു ഇതായിട്ട് നമുക്ക് തരുന്ന ഒരു സന്തോഷ വാർത്ത നമുക്ക് അറിയിച്ച ഈ ഒരു ആയത്തിൽ കൂടി. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ശരിക്കും പറഞ്ഞാല് അൽഹംദുലില്ലാ പവിത്രമായ മാസമായ റമളാനിലെ, അപ്പൊ അതിന്റെ പവിത്രമായ ദിവസത്തിൽ നമ്മളുള്ള. അപ്പൊ നമുക്ക് ഈ ഒരു ഹിസാബുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഉമർ അള്ളാഹു പറയുന്നുണ്ട് അല്ലെ, ഉമർ അള്ളാഹു പറയുന്നുണ്ട് സ്വയം വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എന്താ പറയാ നമ്മള് അള്ളാഹു വിചാരണ ചെയ്യുന്നതിന് നമ്മൾ സ്വന്തം നമ്മൾ വിചാരണ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഈ റമളാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ നോമ്പ് തുറ അല്ലെങ്കിൽ തറാവീഹ് നിസ്കാരം ഇതെല്ലാം നമ്മൾ കൂട്ടമായിട്ട് ചെയ്യുന്നത് അല്ലെ. നമ്മളെ വീട്ടിലായെങ്കിലും ജമാഅത്തിന് പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു കുട്ടി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിനെ ബാക്കിൽ എത്തിച്ചിട്ട് നമ്മൾ ഇമാമ ജമാഅത്ത് നിസ്കരിക്കും, നമുക്ക് 27 ഇരട്ടി പ്രതിഫലം കിട്ടും അല്ലെ. അത് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ഓരോ കർമ്മങ്ങളും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു റമളാനില് രാത്രി ഒരു അന്ത്യയാമങ്ങളില് നമ്മളെ വീട്ടില് നമ്മൾ ഓരോരുത്തർ നമ്മളെ വീട്ടമ്മമാരായതും നമ്മളായിരിക്കും അത്താഴത്തിന് കാര്യങ്ങൾ ചെയ്യുന്നവര്, അത് ചെയ്യാത്തവരും ഉണ്ടാവാം, കുട്ടികൾ അങ്ങനെ ചെറിയ പ്രായമുള്ളവർ ഇതിലുണ്ടാവും. അപ്പൊ നമ്മള് സാധാരണ അത്താഴത്തിന് എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ മുന്നേ എഴുന്നേറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുതലെടുത്ത് വന്നിരുന്ന് ഒന്ന് സമാധാനത്തോടെ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ ഹൃദയത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു വെച്ചിട്ട് അള്ളാഹുവിന് സംസാരിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള ദിവസം നമുക്കുള്ളതാ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇതിലുള്ള നമ്മള് എന്താ പറയാ അള്ളാഹുവിനോട് ഹിസാബ്, നമ്മളെ ഓരോ കാര്യങ്ങൾ അള്ളാഹ് നമ്മൾ ഇങ്ങനെ പറയാ, പടച്ചോൻ ഞാൻ എന്ത് ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണം, എന്റെ ഹൃദയത്തിൽ ഇന്ന ചിന്തകൾ വന്നു പോയിട്ടുണ്ട്, എനിക്ക് ഓർമ്മ ഉള്ളതുണ്ട് ഓർമ്മ ഇല്ലാത്തതുണ്ട്, അതുകൊണ്ട് നീ ഓർമ്മ ഇല്ലാത്തതിന്റെ പേരിൽ നിന്നെ ശിക്ഷിക്കരുത് റബ്ബേ, നീ എനിക്ക് ഓർമ്മ ഉള്ളതും ഓർമ്മ ഇല്ലാത്തതുമായ എന്റെ ഹൃദയത്തിൽ ഉള്ള എല്ലാ തിന്മകളും നീ എനിക്ക് പുറത്തു തരണം റബ്ബേ. എന്റെ ഹൃദയത്തിന് ഏറ്റവും നല്ല യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് അല്ലെ, അപ്പൊ എന്റെ ഹൃദയത്തിന് ഏറ്റവും നന്നായി അറിയുന്ന റബ്ബേ നീ എന്റെ ഹൃദയത്തിനെ നീ നന്നാക്കണേ നാഥാ. എന്നിട്ട് അങ്ങനെ നമ്മളെ ഹൃദയത്തിന് ഓരോരുത്തരും നമ്മൾ ഇതിലുള്ള ഓരോരുത്തരും അങ്ങനെ അള്ളാഹു നമ്മളെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് തൗബ ചെയ്ത് കംപ്ലീറ്റ് പൊറുക്കലിനെ തേടിക്കൊണ്ട് നമ്മൾ എന്താ പറയാ പ്രസവിച്ച ഒരു കുഞ്ഞുങ്ങളെ പോലെ ആകണം നമ്മൾ ഈ റമദാൻ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പാപങ്ങൾ. അപ്പൊ അടുത്ത റമദാൻ വരേക്കുള്ള ഒരു എന്താ പറയാ പ്രാക്ടിക്കൽ സെഷൻ ഈ ഒരു റമദാൻ പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഓരോ തിന്മയിൽ നിന്നും നമ്മള് വിട്ടു നിൽക്കാം. നമ്മളിപ്പോ അൽഹംദുലില്ലാ നമ്മള് ഭയങ്കര ശ്രദ്ധയാണ് നമ്മള് സംസാരത്തിലായിക്കോട്ടെ മറ്റുള്ള ഓരോ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇച്ഛകളിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിട്ടു നിന്നിട്ട് അള്ളാഹുവിന്റെ പ്രീതി കാമിച്ചുകൊണ്ട് ഈ ബാത്തുകളായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നവരല്ലേ. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഓരോരുത്തരുടെ കർമ്മങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മള് സ്വയം വിചാരണ,
ഈ ഒരു റമദാൻ നമ്മുടെ മുമ്പിലുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ റമദാൻ നിൽക്കുന്നത് അല്ലെ. എത്രയോ ആളുകള് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് ഇത് ഖബറില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, നമ്മളെ അയൽപക്കക്കാർ, നമ്മളെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് അള്ളാഹു ആയുസ് ബാക്കി തന്നെ അൽഹംദുലില്ലാഹ് ഈ റമദാനിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളെ ഹൃദയത്തിന് ഹിസാബ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങേയറ്റം പൊറുക്കൽ തേടുക. നമുക്കും നമ്മളെ വേണ്ടപ്പെട്ടവർക്കും ഒക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ടാണ് നമ്മൾ ഹൃദയത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ റമദാൻ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഹൃദയത്തിനെയും ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ കംപ്ലീറ്റ് എന്താ പറയുക ഡിലീറ്റ് ചെയ്തുകൊണ്ട്, എല്ലാ നെഗറ്റീവുകളെയും ഡിലീറ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവുകളെ ഉള്ളിലേക്ക് ആർജിച്ചെടുത്തുകൊണ്ട് ഏറ്റവും നല്ല റമദാൻ ആക്കിയിട്ട് ഈ റമദാൻ നമുക്ക് മാറ്റാൻ പറ്റും. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഓരോരുത്തർക്കും കഴിവ് അനുഗ്രഹിക്കുമാറാകട്ടെ. أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. അള്ളാഹു ഞങ്ങൾ ഈ ഒരു കൂടിയിരുത്ത് നീ സ്വീകരിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണം. ഞങ്ങൾ നോമ്പിൽ ചെയ്യുന്ന എല്ലാ നന്മകളും അള്ളാഹുവെ നീ സ്വീകരിക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളെ മക്കളെ നീഹത്തിലും പരത്തിലും ഗുണം ചെയ്യുന്ന അഖലാസുള്ള തഖ്വയുള്ള നല്ല മക്കളാക്കി തീർക്കണേ നാഥ. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീൻ വഅംതിനാ മുസ്ലിമീൻ വഹ്ശുർനാ في زمرة المسلمين. اللهم أحينا بالكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم إنا نسألك إيمانا كاملا وعلما نافيا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشيا ولسانا ذاكرا وخلقا حسنا وعمرا في طاعتك طويلا وشفاء من كل داء. اللهم إنا نعوذ بك من الشك والشرك، من الكفر والفقر، من الجوع والخوف، من الجبن والبخل، من العجز والكسل، من غلبة الدين وقهر الرجال. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم لا تدع لنا في مجلسنا هذا الدنيا إلا هذا ذنبا إلا غفرته ولا دينا إلا أديته ولا مرضا إلا شفيته ولا حما إلا فرجته ولا كربا إلا نفسته ولا ضالا إلا حديته. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة